അബ്രഹാം അക്കോർഡിന് പകരം സുന്നി ഷിയ അക്കോർഡ് പ്രാബല്യത്തിൽ വരുത്താനുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതികളും അതിൻ്റെ വരാൻ പോകുന്ന സാഹചര്യങ്ങളും വിലയിരുത്തുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും ഒരു യുദ്ധ രീതികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവിധ നിയന്ത്രണവും അമേരിക്കയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അഥവാ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അസ്തമിക്കുന്നതോടുകൂടി സർവ സംവിധാനത്തോടുകൂടി അമേരിക്ക ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുക സ്വാഭാവികമാണ്. അഥവാ അമേരിക്കയെ എതിർക്കാൻ ലോകത്ത് ഒരു സൈനിക ശക്തിയും മുന്നോട്ട് വരാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികമായിരിക്കുന്ന ശക്തിക്കപ്പുറം അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസപരമായിരിക്കുന്ന ഒരു ധൈര്യം കൂടിയുണ്ട്. ആത്മീയ സൈനിക ധൈര്യത്തിൻ്റെ സംയുക്ത പ്രതിരോധമാണ് ഇറാൻ്റെ അകത്ത് നടത്തുന്നത്. അപ്പോൾ റഷ്യക്ക് പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള ധൈര്യമില്ല. എന്നാൽ ഇറാൻ അതുണ്ടാവാനുള്ള കാരണം ഈ വിശ്വാസപരമായിരിക്കുന്ന ധൈര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആവശ്യമാണ്. സംഹാര താണ്ഡവമാടുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ്റെ കാലത്തിന് ശേഷം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തരത്തിലല്ല. പുതിയൊരു തലം സൃഷ്ടിക്കപ്പെടും, പുതിയൊരു സംവിധാനം സൃഷ്ടിക്കപ്പെടും. പിന്നീട് വല്ലാതൊന്നും സ്വന്തമായിരിക്കുന്ന നിലപാടുകളോ അഭിപ്രായങ്ങളോ പ്രകടിപ്പിക്കാനോ പറയാനോ പറ്റാത്ത വിധമുള്ള സ്ഥിതിവിശേഷം സംജാതമാകും എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഉള്ളത് അബ്രഹാം അക്കോർഡാണ്. അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ച രാജ്യം UAEയും ബഹ്റൈനുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ വലയത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകമായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ സൈനികർ UAEയിലെത്തുന്നു, അവർ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യം, അതായത് പ്രതിരോധ രംഗത്ത് സഹകരിക്കുക എന്നുള്ള കരാറിനെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് UAE മാറി. അതിനെ എതിർക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമായിരിക്കാം ഒരു പക്ഷേ ഈ പ്രതിരോധ രംഗത്തുള്ള കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് എന്നും കൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാത്ത രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ്. അവർ ഫലസ്തീനുമായിട്ട് ലിങ്ക് ചേർത്തുകൊണ്ടാണ് സൗദി അറേബ്യ ഈ കാര്യം പറഞ്ഞത്. എന്നാണോ ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്നത് അന്ന് മാത്രമേ ഈ അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ സഹകരിക്കുകയുള്ളൂ എന്ന് അവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വീകാര്യമായിരിക്കുന്ന നിലപാടാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അന്ന് പ്രതികരിച്ചത്. ട്രംപ് പിന്നീട് പ്രതികരിച്ചു. അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ അതിലേക്ക് ഒന്നിപ്പിക്കാൻ വേണ്ടി അല്ലെ ചേർത്ത് നിൽക്കാനുള്ള വലിയ ശ്രമ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനോടാണ് അമേരിക്കക്കും ഇസ്രായേലും വലിയ താല്പര്യം. പല ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അവരെ ആക്രമിക്കണം, അവരില്ലാതാക്കണം, അവരാണ് ശത്രുക്കൾ, അവരാണ് ശരിപ്പെടുത്തേണ്ടത് എന്ന തരത്തിലുള്ള നിലപാട് കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും പറഞ്ഞതാണ്. പക്ഷേ അതിനോട് ഒന്നും ഇറാൻ സഹകരിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇറാൻ ആക്രമിക്കാത്ത സമയത്ത് പോലും ആ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ വന്നതാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാകാൻ പറ്റാത്ത വിധമുള്ള പല വിഷയങ്ങളും പ്രശ്നങ്ങളും യുദ്ധത്തോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട്. ചിലതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ചിലതൊന്നും പുറത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടുതലും പുറത്ത് വരാത്തതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി രക്ഷ എന്ന് പറഞ്ഞാൽ ഇറാനെ ചേർത്ത് പിടിക്കുക എന്നല്ലാതെ ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പോംവഴികളും നിലവിലില്ല. അവരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും തന്ത്രങ്ങളും ആകാശ നിരീക്ഷണ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് എന്ന് മാത്രമല്ല ശത്രുവിനെ കൃത്യമായ രീതിയിൽ ആക്രമിക്കാനുള്ള ധൈര്യമുണ്ട്.
അതുകൊണ്ട് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ അബ്രാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ തലമുറയിൽപ്പെട്ട വിഭാഗങ്ങൾ ഒന്നിക്കുക എന്നുള്ളതാണ്. അതിൽ മുസ്ലിങ്ങൾ, ഈ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, ഇത് മൂന്നും അബ്രാമിൻ്റെ ആ കാലഘട്ടത്തിന് ശേഷമാണ് വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലേക്ക് ചിതറിപ്പോയത്, അല്ലെങ്കിൽ വൈപേച്ചു പോയതോ വ്യതിചലിച്ചു പോയതോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ പൊതുവായിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്തും രാജ്യരക്ഷ, അന്താരാഷ്ട്ര കാര്യത്തിലെ നിയമവ്യവസ്ഥ, മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? സഹകരിക്കുക. അതാണ് ആ കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. എന്നാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇറാൻ അവർ ഒഴിവാക്കി എന്നുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇല്ലാത്ത തരത്തിൽ അറേബ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും ഒന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുടുസായിരിക്കുന്ന ഒരു തന്ത്രമാണ് അവർ പ്രയോഗിക്കപ്പെട്ടത്. ആ തന്ത്രം ഒരിക്കലും ഉചിതമാവില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ വരുന്ന സമയത്തുള്ള സ്ഥിതി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പ്, അല്ലെ രാഷ്ട്രീയപരമായിരിക്കുന്ന അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള പുരോഗമനോ അല്ലെങ്കിൽ ലക്ഷ്യമോ കാണാൻ വേണ്ടിയിട്ട് ഈ അക്കോർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഒന്ന്, ഗസക്കകത്തൂടെ ഒരു നാഷണൽ ഹൈവേ ഇവിടേക്ക് പോകുന്നുണ്ട്, ഈ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഗസക്കകത്ത് ഒരു നാഷണൽ ഹൈവേ പോകുക എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന രാജ്യത്തെ 2 ഭാഗമായിട്ട് ചെതറിപ്പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരും. അഥവാ ഗസക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിച്ച് നിൽക്കുന്ന പ്രവൃത്തിയുടെ യൂണിറ്റ് തകർക്കാൻ വേണ്ടി ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊന്നും യോജിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സൗദി അറേബ്യ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇനി യോജിപ്പിൻ്റെയും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കും ഊന്നിയിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ ഇനി ഈ ഇറാനും അറേബ്യൻ രാജ്യങ്ങളും ഒന്നിക്കണം. അഥവാ സുന്നി ഷിയ സംഗമം, അത് മുഹമ്മദീയ അക്കോർഡിംഗ് എന്ന പേരിലോ അതല്ലെങ്കിൽ സുന്നി ഷിയ അക്കോർഡിംഗ് എന്ന ലെവലിലോ ഏതെങ്കിലും വ്യത്യസ്ത ലെവലിലെ പേരുകൾ വിളിച്ചാലും കുഴപ്പമില്ല. അതുണ്ടാകുന്ന സമയത്ത് ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടമായിട്ട് നമ്മൾക്ക് ഇറാൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഇറാന് പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഇറാൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായിരിക്കുന്ന ചൈനയിലേക്ക് കയറാം, ചൈനയുടെ സഹായം തേടാം, അതല്ലെങ്കിൽ റഷ്യയുടെ സഹായം തേടാം. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് വല്ലാത്ത രീതിയിൽ ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ്. ഈ ഒരു സ്ഥിതി കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UAE, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി രാജ്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. തുർക്കി അടക്കം ചേർത്ത് പിടിക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്, വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകമായ രീതിയിൽ ഒരു പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്. ഈ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ അമേരിക്കയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നിലനിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. അതുകൊണ്ട് ഖത്തറിൻ്റെ അകത്ത് അല്ലെ അറേബ്യൻ രാജ്യങ്ങളുടെ അകത്ത് അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട് എന്നതുകൊണ്ട് ആ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടേതായിരിക്കുന്ന സുരക്ഷ അവർ ഉറപ്പുവരുത്തണം. അതിന് ഏറ്റവും നല്ലത് പറയുന്ന വാക്ക് പാലിക്കുകയും പാലിക്കുന്ന വാക്ക് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇറാനാണ്. സൈനികപരമായി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യും, ഇത്ര ദിവസം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര ദിവസം ചെയ്യും. അപ്പോൾ കൃത്യമായ രീതിയിൽ അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകൾ ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്ന് ഇറാനാണെന്നും അവർ ഏതൊരു ശക്തിയോടും ആക്രമിക്കാൻ മാത്രം അവരുടെ കയ്യിൽ ആയുധങ്ങളും ആയുധപ്പുരകളും അത് സംരക്ഷിക്കാനുള്ള സംവിധാനം നിർമ്മിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു രാജ്യമാണ് എന്ന് ലോകത്തിന് മുൻപിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലാണ് ലോകത്തിൽ ഏതു തരത്തിലും യുദ്ധം ചെയ്യാൻ മാത്രം ബലവും ശക്തിയുമുള്ളത് എന്ന് വിശ്വസിക്കപ്പെട്ടതിൽ നിന്ന് അല്ല, ഇറാനാണ് അതുക്ക് മേലെ ഉള്ള രാജ്യം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിരന്തരം അമേരിക്കയും ഇസ്രായേലും നേരെ ആക്രമിച്ചിട്ടും അതിന് ബദലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കാതെ പോയതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് പുതിയൊരു അക്കോർഡും പുതിയൊരു സംവിധാനവും അറേബ്യൻ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.